ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന 8 പേർക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെ കിട്ടിയ വോട്ടിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇതുപോലെയുള്ള ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 8 പേരാണ് ഇത്തവണ എവിക്ഷൻ ലിസ്റ്റിൽ ഉള്ളത്. അനുമോളും നൂറയും ലക്ഷ്മിയും ജിസയിലും അടക്കം ബിഗ് ബോസ് വീട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വന്ന എവിക്ഷൻ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ അനുമോളാണ്. അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 41,000 വോട്ടാണ്. 41,000 വോട്ടിൻ്റെ ബലത്തിലാണ് അനുമോൾ നിലവിൽ ആ ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്നത്. അനുമോൾക്ക് നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു വോട്ടാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാം സ്ഥാനത്ത് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് 35,600 വോട്ടാണ്. നൂറയും നല്ല രീതിയിലുള്ളൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ആദില കൂടി എവിക്ഷന് വന്നതുകൊണ്ടായിരിക്കും നൂറയ്ക്ക് വോട്ട് അത്യാവശ്യം കുറഞ്ഞത്. അല്ലെങ്കിൽ അനുമോളുമായിട്ട് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാനുള്ള വോട്ട് ബലം നൂറയ്ക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് 33,500 വോട്ടാണ്. ലക്ഷ്മിയും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന, അത്യാവശ്യം നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെയൊക്കെ ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തൊരു സ്ത്രീ കൂടിയാണ് നമ്മുടെ ലക്ഷ്മി. നാലാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്ന വോട്ട് 28,700 വോട്ടാണ്. ജിസേലും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നെഗറ്റീവൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് കണ്ടൻറ്റ് കൊടുക്കുന്ന, ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഏത് ടാസ്ക് വന്നാലും പുള്ളിക്കാരുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അതിൽ ഇടാറുണ്ടെന്ന് നമുക്കറിയാം. അഞ്ചാം സ്ഥാനത്തുള്ള എൻ്റർടൈനർ നെവിന് കിട്ടിയിരിക്കുന്നത് 26,000 വോട്ടാണ്. നെവിന് വലിയ കാര്യമായിട്ടുള്ള ഫാൻസ് ഒന്നും പുറത്തില്ലെങ്കിലും വിരോധികളും വളരെ കുറവാണ്. ന്യൂട്രൽ ഫാൻസ് ഒരുപാടുള്ളൊരു വ്യക്തിയാണ് നെവിൻ്റെ ചില തമാശകളും ചില ആക്ഷൻസും എല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്നതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 26,000 വോട്ട്. ആറാം സ്ഥാനത്തുള്ള ആദിലേക്ക് കിട്ടിയിരിക്കുന്നത് 23,500 വോട്ടാണ്. ആദിലയും ഈ പറയുന്നത് പോലെ തന്നെ 100 എവിക്ഷന് വന്നതുകൊണ്ട് വോട്ടിൻ്റെ ബലത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു കോട്ടം സംഭവിച്ചു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും മുന്നോട്ട് കയറി വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഏഴാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്ന വോട്ട് 21,300 വോട്ടാണ്. സാബുമാൻ പുതിയ വലിയ കാര്യങ്ങൾ കണ്ടൻറ്റൊന്നും കൊടുക്കാത്ത ഒരാളാണ്. പുള്ളിക്കാരൻ തന്നെ ഈ ആഴ്ച വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് വലിയ രീതിയിലുള്ള ഒരു കാര്യം അവിടെ ഇല്ല. അവിടെ നിന്നില്ലെങ്കിൽ പുള്ളിക്ക് ഒരു ബാധിക്കുന്ന വിഷയമല്ലെന്നാണ് പുള്ളി പറയുന്നത്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ഒനിയൽ സാബുവിന് കിട്ടിയിരുന്ന വോട്ട് 19,600 വോട്ടാണ്. ഈ ഒനിയൽ സാബുവും ഒരു 2-3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എവിക്ഷൻ ലിസ്റ്റിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും വന്നപ്പോൾ തന്നെ പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നൊരു കാര്യം കൂടിയുണ്ട് ഒനിയൽ സാബുവിന്. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി അവർക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ 6 മണി വരെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് നമ്മുടെ അനുമോളും, അതുപോലെ വോട്ടിങ്ങിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന 2-3 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിയൽ സാബുവും ആകാശ് സാബുമാനും ആദിലയുമാണ്. എവിക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇവരിൽ 1-2 പേർ ബിഗ് ബോസ് വീഡിയോട് വിട പറയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഒനിയൽ സാബു 100% ബിഗ് ബോസ് വീഡിയോട് വിട പറയുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാര്യം വെള്ളിയാഴ്ചയാണ് ഷൂട്ടിംഗ് നടക്കുക. ഇനി 2 ദിവസം പോലും ഇല്ല വോട്ടിംഗ് തീരാൻ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്ന്.